Today's word of God is from John chapter 6 verse 58. This is the bread that came down from heaven. Unlike your ancestors who ate and still died, whoever eats this bread will live forever. Jesus reveals that his body, the true bread from heaven, is the source of eternal life. In the Holy Eucharist, we receive the body and blood of Christ, deepening our communion with him and sharing in the divine life he offers. Jesus invites every person to come to him, believe in him, and remain united with him. For he alone can satisfy the deepest longings of the human soul and lead us to everlasting life. Lord Jesus, you are the bread of life sent from heaven for our salvation. Nourish our souls with your grace and strengthen our faith in you. Amen. ഇന്നത്തെ വചനവായന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 58-ാം തിരുവചനം. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. മരുഭൂമിയിൽ വച്ച് മന്ന കഴിച്ച പൂർവികർ എല്ലാവരും പിന്നീട് മരണപ്പെട്ടു. കാരണം അത് ലൗകികമായ ആഹാരം മാത്രമായിരുന്നു. താൽക്കാലികമായ ശാരീരിക വിശപ്പ് മാറ്റാൻ മാത്രമുള്ളതായിരുന്നു. എന്നാൽ യേശു നൽകുന്ന അപ്പം അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. യേശുവാകുന്ന ഈ അപ്പം വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നവർക്ക് ഒരിക്കലും അവസാനിക്കാത്ത നിത്യജീവനാണ് ലഭിക്കുക. അവർ ആത്മീയമായി ഒരിക്കലും മരിക്കുകയില്ല. കർത്താവായ ഈശോയെ, അങ്ങയുടെ ശരീരവും തിരുരക്തവും അതീവ ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ. പ്രൈസ് യു ജീസസ്.